പ്രതിപക്ഷം തീർത്തു പറയുന്നു അവരുടെ എതിർപ്പ് മറികടന്ന്, നിങ്ങൾ കേട്ടതല്ലേ ഇത്, മറികടന്നാണ് നമ്മൾ ഈ ഇത് പാസ്സാക്കാനും ഏകപക്ഷീയമായിട്ട് പോയിരിക്കുന്നത്. അതെന്തുകൊണ്ട്? അതെന്തിനാണ്? അത് മാത്രമേ നമുക്ക് ചോദിക്കാനുള്ളൂ. പ്രതിപക്ഷം ഉണ്ടല്ലോ, ഇവിടുത്തെ ജനങ്ങളുണ്ടല്ലോ, അവർ ഒരു സബ്മിഷൻ ഉന്നയിച്ചിട്ട് അതിനെ മറികടന്ന് നിശബ്ദമാക്കിക്കൊണ്ട് ഏകപക്ഷീയമായി എന്ത് വികസനം, എന്ത് കാര്യത്തിന്, ആർക്ക് വേണ്ടി? ഞാൻ നിർത്തി. ഞാൻ പറയട്ടെ, ഞാൻ നിങ്ങളോടൊപ്പം ഒരാളെന്ന നിലയ്ക്ക് കൂടെ ഉണ്ട്. നിങ്ങളെപ്പോൾ വിളിച്ചാലും ഞാൻ നിങ്ങളൊരു ഒരുവനെന്ന നിലയ്ക്ക് ഞാനിപ്പോഴുണ്ടാവും. നന്ദി, നമസ്കാരം. ഞാനന്ന് പറഞ്ഞ അഭിപ്രായം, ഞാനത് ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഞാൻ അതിന് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്ത് സംഭവമായാലും പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ എന്ത് ഇപ്പോൾ പറഞ്ഞ പോലെ ഇതിനകത്ത് ഇലക്ട്രോണിക് മാലിന്യങ്ങൾ വരാം, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വരാം. ഇത് എങ്ങനെ പോയാലും അതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ നമ്മുടെ വെള്ളത്തിലേക്ക് വരും. അത് നമ്മുടെ ഈ വെള്ളം കുടിക്കുന്ന വെള്ളത്തിലേക്ക് എല്ലാവർക്കും അത് ബാധിക്കും. അങ്ങനെ ഒരു പ്രശ്നം എന്തുകൊണ്ടാണ് നമ്മുടെ ഇവിടെ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായത് നമ്മൾ ആരും അറിയാണ്ട് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തതെന്ന് മനസ്സിലാവണില്ല. ഇവർ പറയുന്നത്, ഞാൻ അതിനുശേഷം മെമ്പറുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ മെമ്പർ പറഞ്ഞത് ഇങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല, ഇപ്പോൾ തൽക്കാലത്തേക്ക് എത്തിത്തിരിക്കണുള്ളൂ, അങ്ങനെ അല്ലാണ്ട് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഇവിടെ വരുന്നില്ല എന്നാണ് എന്നോടും പറഞ്ഞത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഇത്രയാണ് എനിക്കുള്ള അറിവുള്ളത്. ബാക്കി തീർത്തും ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഇവിടെ വന്ന എന്തുകൊണ്ടും നമ്മുടെ നാടിനൊരു ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് എല്ലാവർക്കും മെമ്പറെ, ഇതേ ഇപ്പം ഞാൻ പറയണത്, ഈ കൊരട്ടി മറ്റേ മധുര കോഴ്സിൻ്റെ സ്ഥലം നിങ്ങൾക്ക് കൊരട്ടി ജംഗ്ഷനിൽ കിടപ്പുണ്ട്. ഈ സ്ഥലം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്ന സ്ഥലമാണ്. ഇത് ഇത്രയും സ്ഥലം ലഭ്യമാകുന്നതിനനുസരിച്ച് ഈ പ്രവർത്തനം എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രൊജക്ട് എന്തായാലും ഒരു വേണ്ട പ്രൊജക്റ്റാന്നുള്ള കാര്യത്തിൽ എവിടെയാണെങ്കിലും അവിടുത്തെ ആളുകളുടെ തീരുമാനങ്ങളും കൂടി എടുത്തിട്ട് വേണം എന്നുള്ള കാര്യം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ എന്നുള്ളത് പറഞ്ഞാലാണ് നമുക്ക് കൂടുതൽ പറയാൻ പറ്റുള്ളൂ. ഇവിടെ എന്നുള്ളതല്ലല്ലോ പറഞ്ഞേക്കുന്നത്. സ്ഥലം എവിടെ കിട്ടുന്നു അതിനനുസരിച്ച് നമുക്ക് നോക്കാന്ന് പറഞ്ഞിട്ടാണ് ആ കമ്മിറ്റി അവസാനിപ്പിച്ചാണ്. പിന്നീട് ഞങ്ങൾക്ക് ഒരു കമ്മിറ്റി കൂടാനായിട്ടുള്ള അവസരവും ഇല്ല. അങ്ങനെ ഞാൻ പറഞ്ഞു, മനസ്സിലായോ? അതായത് ചേട്ടാ, ഇതിനകത്തുള്ള സ്ഥലം ഇവിടെ ലഭ്യമായെന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുത്തിട്ടാണ്. ചേട്ടന് മനസ്സിലായോ? ഇവിടെ അത് തിങ്കളാഴ്ച പോയിട്ട് ഇതിന്റെ മറ്റ് ഡീറ്റെയിൽസ് എടുത്ത് തരാം എന്നല്ലാതെ നമുക്ക് അറിയേണ്ട കാര്യം. ഞാൻ ബിജോയ് മെമ്പറിന് മാത്രമൊന്നല്ല കേട്ടോ, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഏത് മെമ്പറായാലും ഞങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇവിടെയുള്ള ആളുകൾ ഇവിടെ കളിസ്ഥലമാണ്, ഇവിടെ ടർഫ് വന്നെന്ന് പറഞ്ഞു, കളിസ്ഥലം വന്നെന്ന് പറഞ്ഞു, പാർക്ക് വന്നെന്ന് പറഞ്ഞു. ഇവിടെ നിൽക്കുന്ന പലരോടും നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞേ, നിങ്ങളോട് മെമ്പർമാരെ എന്തോന്നാ പറഞ്ഞേന്ന്, ഇന്ന മെമ്പർന്നില്ല. വന്നന്ന് ഞാൻ മെമ്പറോടും മെമ്പറിന്റെ ഹസ്ബൻഡോടും ചോദിച്ചായിരുന്നു. ഞാനിത് കേട്ടായിരുന്നു. പലയിടത്ത് ഇത് കറങ്ങി നടക്കുന്നുണ്ട്. ജെയിൻ മെമ്പറുടെ ഇതിൽ ആറ്റപ്പാടത്ത് മുടപ്പുഴ എവിടെ ഇത് പറ്റില്ല എന്നുള്ളത് കേട്ടത് കുറച്ച് മുമ്പേ കേട്ടിട്ടുണ്ട്. ഇവിടെ ഇറ്റാച്ച് വന്നന്ന് ഞാൻ ഞങ്ങളുടെ മെമ്പർ ജിസി മെമ്പറോട് ചോദിച്ചായിരുന്നു. അപ്പോൾ പറഞ്ഞാൽ നമുക്ക് ഇവിടെ കളിക്കാൻ വേണ്ടി, പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ടൊരു കോർട്ടാണ്, ഇപ്പുറത്തൊരു തറപ്പാണ് വരണേന്ന് പറഞ്ഞു. അതൊന്നും വേണ്ട, ഈ ആവശ്യമില്ലാത്ത പരിപാടി നമുക്ക് ശരിയാവില്ല. അങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ 4-8 മച്ചാൻസിൽ അപ്പം നല്ല കാര്യമാണ്. പിന്നെ ഇവിടെ എന്തോ ബെഞ്ചൊക്കെ അടിച്ച് നല്ലൊരു പാർക്ക് സ്റ്റൈലിലാക്കി എടുക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അപ്പം അത് കഴിഞ്ഞ് മച്ചാൻസ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ മെസ്സേജുകൾ ഇങ്ങനെ ഓരോരുത്തരിട്ട് കണ്ടപ്പോൾ ജോമി പറഞ്ഞു, ഇങ്ങനെ ജോമി ഇപ്പോൾ പറഞ്ഞ പോലെ പറഞ്ഞപ്പോൾ ഞാൻ അപ്പോഴും വിളിച്ചു വീണ്ടും മെമ്പറെ ഇതിങ്ങനെ മച്ചാൻസിലൊരു ചർച്ച നടക്കണുണ്ടല്ലോ, ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ മെമ്പർ എന്നോട് പറഞ്ഞത്, ജോയി അത് ഇലക്ഷനായിട്ടുള്ള സ്റ്റണ്ടാണ്, അത് ഒരു കാരണവശാലും അത് കളിസ്ഥലമാണ്, അല്ലാതെ വേറൊരു കാര്യം അവിടെ വരില്ല. ഞാൻ ഇങ്ങനെ ഒരു മാലിന്യ കൂമ്പാരം നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരുമെന്ന് നിനക്ക് തോന്നണുണ്ടോയെന്നാണ് മെമ്പർ എന്നോട് ചോദിച്ചത്. പിന്നെ ഞാൻ അതിന് ശേഷം ഇതിൻ്റെ പിന്നാലെ ഒന്ന് പോയി. അപ്പോൾ ഇത് 100% ഇതാണെന്ന് കണ്ടു. ബെന്നിനെ പോയി കണ്ടു, അന്വേഷിച്ചപ്പോൾ 100% ഈ നമ്മുടെ ക്രിമിറ്റോറിയത്തിൻ്റെ അടുത്ത് ചെയ്തതുപോലെ. ഞാൻ ക്രിമിറ്റോറിയത്തിൽ എന്തായാലും മാസത്തിൽ ഒരാഴ്ച പോകുന്നതാണ്, ആരെങ്കിലും മരിച്ചിട്ട് പോകുന്നതാണ്. അവിടെ ഇപ്പം നിങ്ങൾ ചെന്ന് നോക്കിയാൽ കാണാം എത്ര വേസ്റ്റ് ഇത് ഇപ്പോൾ ഗ്രൂപ്പുകളിലൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരു ആഴ്ച എടുക്കുന്ന വേസ്റ്റ് അതിനകത്ത് കൊള്ളില്ല. വണ്ടികൾ വരുന്നത് ചിലപ്പോൾ 2 മാസമൊക്കെ ആയിട്ടാണ്. അവിടെ വന്ന ആക്രിക്കാർ കൊണ്ടുപോകുന്ന സാധനങ്ങൾ മാത്രം ഉരുണ്ട് പറക്കിയെടുക്കും. ബാക്കിയുള്ള ഇലക്ട്രോണിക്സ്, മരുന്ന് കുപ്പികൾ, എന്തോരം ആളുകൾ കഴിക്കുന്ന മരുന്നുകളുടെ കുപ്പികൾ അതിൽ വരുന്നുണ്ട്. അതിലെന്തൊക്കെ കെമിക്കൽ സാധനം ഇവിടെ പുറമെ കിടന്നതിൻ്റെ അകത്തേക്ക് വരുന്നുള്ള എന്താണ്. അപ്പോൾ അങ്ങനെ ഒരു ഇതുള്ളത് കൊണ്ട് ഞാനിത് നേരത്തെ കേട്ടത് കൊണ്ടാണ് മെമ്പറോട് വീണ്ടും ചോദിച്ചത്. വീണ്ടും മെമ്പർ എന്നോട് പറഞ്ഞത് ഇതാണെന്ന് ആണയിട്ട പറഞ്ഞത്.
അത് വെറുതെ പറയണതാണെന്നാണ് മെമ്പർ എന്നോട് പറഞ്ഞത്. ഞാൻ എന്നിട്ട് അത് വീണ്ടും ചാൻസിൽ വീണ്ടും ആ ഗ്രൂപ്പിൽ തന്നെ ഞാൻ ഇട്ടായിരുന്നു. മെമ്പർ എന്നോട് ഇങ്ങനെ പറഞ്ഞ് ഇതിന് ക്ലാരിറ്റി ഇനിയും തരേണ്ടത് മെമ്പറാണ്. കാരണം മെമ്പർ ഇവിടെ ഈ സാധനം വരാൻ വേണ്ടി മെമ്പർ അന്ന് ഇവർ വളരെ ഇതായിട്ടുള്ള കാര്യങ്ങൾ അവിടെ കണ്ടായിരുന്നു. അപ്പോൾ വളരെ സന്തോഷം വിചാരിച്ചു. ഇത്രയും വലിയൊരു പരിപാടി പിള്ളേർക്ക് നാലുള്ള പിള്ളേർ ഈ കള്ളും കഞ്ചാവും പരിപാടിയൊന്നും ഇല്ലാണ്ട് എല്ലാം കൂടി ഇവിടെ കൂടിക്കോളുമല്ലോ എന്ന് വളരെ സന്തോഷം വിചാരിച്ചു. പക്ഷെ ഇങ്ങനെ വലിയൊരു തീരാക്കോടാലി എന്നുള്ളത് ചിന്തയുണ്ടായില്ല.